മാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലീഡേഴ്സും എല്ലാ പാർട്ടിസിപ്പൻസും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, മാഡം പറയുന്ന ഈ കാര്യങ്ങള് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇത് ശ്രദ്ധയോടെ കേട്ട് നമ്മള്, അതായത് പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ഉൾക്കൊണ്ട് ആ ഹൈജീൻ, അതായത് ഹൈജീൻ പരമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും സംസാരിക്കാൻ പോകുന്നത്. അത് ഉൾക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇത് എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്കും വിശദമായിട്ട് പറഞ്ഞു കൊടുത്ത് ഈ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേർക്കണം. അപ്പൊ അതാണ് മാഡം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും സെഷൻ വളരെ ഫോക്കസ് ചെയ്ത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഫുൾ सेशन अटेंड ചെയ്യാൻ. यस मैम. सो जैसे कि हम शुरुआत करते हैं जय आरसीएम के साथ, और हम ये बताना, जब भी आप ट्रेनिंग लेंगे आपको ये बोलना बहुत जरूरी है कि आज हम एक ऐसे टॉपिक पे बात करने वाले हैं जिसमें लोग खुल के बात नहीं करते हैं, शर्माते हैं इस टॉपिक पे बात करने से भी. ഇപ്പം നമ്മൾ തുടങ്ങുകയാണ് JRCM. അപ്പോ ഇതൊരു തുടക്കമാണ്. ഈ തുടക്കത്തിലെ തന്നെ നമ്മൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ആരും തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വിഷയമാണ്. അതായത് ഓപ്പൺ ആയിട്ട് ആർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യം ഇല്ല. യെസ് മാം. सो सभी से ये रिक्वेस्ट है कि कृपया करके जिन जिन लोगों को आप ट्रेन कर रहे हैं उन हर एक इंसान को आप ये जरूर बोले कि ये एक ऐसी शुरुआत है, एक ऐसा इनिशिएटिव है जहां पर हम मिल करके अपने मानसिक बदलाव को लेकर के आ रहे हैं. हम अपने कहते हैं ना, मेंटली हम चेंज हो रहे हैं और ओपन हो रहे हैं ताकि खुल करके हम अपने घर के जो फीमेल्स हैं उनको ध्यान रख करके हम बात कर पाए. ഇനി ഇത് ഒരു പ്രത്യേക തരം ട്രെയിനിങ് സെഷനാണ്. അതായത് ഇത്രയും കാലം നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന തരത്തിലുള്ള ഒരു ട്രെയിനിങ് സെഷൻ അല്ല. ഇത് ഒരു പുതിയ തുടക്കമാണ്. ഈ തുടക്കം എന്തെന്ന് വെച്ചാല് നമ്മള് മാനസികമായി മെന്റലി നമ്മൾ മാറാൻ പോവുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന് സംസാരിക്കാതെ, ഇത്രയും കാലം നമ്മൾ തുറന്ന് സംസാരിക്കാതെ ഇരുന്ന കാര്യങ്ങള് നമ്മൾ തുറന്ന് സംസാരിക്കാൻ പോവുകയാണ്. അത് ഓരോ വീട്ടിലുമുള്ള ഫീമെയിൽസിനെ ഫോക്കസ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെ നമ്മുടെ കീസോള് എടുത്ത ഒരു ഇനീഷ്യേറ്റീവ് ആണ്. അത് മനസ്സിലാക്കിയാണ് നമ്മൾ ഈ തുടക്കം കുറിക്കുന്നത്. യെസ് മാം. सो हम शुरुआत करते हैं अपने देश से, क्योंकि ये हमारा जो भारत देश है, हमें बहुत प्राउड है अपने देश पे, क्योंकि बहुत सारे आविष्कार, बहुत सारे चमत्कार हमारे इस भारत देश से हुए हैं. ഇത് നമ്മൾ തുടക്കം കുറിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്. ഇന്ത്യയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങള് പുതിയ പുതിയ ഇനീഷ്യേറ്റീവ്സ് എടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ തുടക്കം കുറിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ് മാം. तो इस स्लाइड में आप देख सकते हैं ये वो लोग हैं जो पावरफुल पूरी दुनिया में जिन्होंने अपनी पहचान बना रखी है, और ये एसोसिएटेड हैं हमारे इसी भारत देश से. ഇനി ഈ പടത്തിൽ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവരെല്ലാം വളരെ പവർഫുൾ ആൾക്കാരാണ്. അതായത് അത്രയ്ക്ക് കരുത്തുള്ളവർ, പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ ഇവരെല്ലാവരും ഇന്ത്യയുമായിട്ട്, നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ തന്നെയാണ്. യെസ് മാം. लेकिन यहाँ पर जब हम बात करते हैं अपने देश को और ज्यादा डेवलप करने की, जितनी तेजी से हमें डेवलप करना है उतनी तेजी से हम अपने आप को डेवलप नहीं कर पा रहे हैं. ഇനി നമ്മൾ ഇന്ത്യയുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ പുരോഗതിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ നാട് ഈ തരത്തിൽ വളരണമെന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല. അപ്പോ ഇന്ത്യയില് ശരിക്കും പറഞ്ഞാൽ ഫീമെയിലിന്റെ ലിറ്ററസി ശരിക്കും പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കുറവാണ്.
അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് വളരാൻ സാധിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത്. യെസ് മാം. सो यहाँ पर जैसे आपने श्रीलता जी पहले ही बता दिया कि वेरी गुड कि हमारा जो भारत देश है वो अगर हम तेजी से बढ़ने की बात करें तो वो तभी हो सकता है जब हमारे पास में दोनों लोग का साथ हो, हमारे पुरुष लोगों का और साथ में हमारी जो महिलाएं हैं, जो फीमेल्स हैं उनका. बट हमारी फीमेल्स अभी भी बहुत ज्यादा पीछे हैं उनके एजुकेशन में. ഇനി നമ്മുടെ നാട് സ്പീഡിൽ വളരണം അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മുന്നോട്ട് വളരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഈ നാട്ടിലെ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും ഒരേപോലെ മുന്നോട്ട് വരണം. പക്ഷെ അത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീകള് ഒരുപാട് പിന്നോട്ടാണ് നിൽക്കുന്നത്. പല കാര്യങ്ങളിലും അവർ പുറകിലാണ് നിൽക്കുന്നത്, പുരുഷന്മാർക്കൊപ്പം എത്തിച്ചേരുന്നില്ല. तो इसमें सबसे बड़ा रीजन हमारी फीमेल्स जो पॉपुलेशन है, खास तौर से जब हम गांव की बात करते हैं, रूरल एरिया की बात करते हैं, वहां पर हमारी जो फीमेल पॉपुलेशन है वो एजुकेशन नहीं ले पाती. सबसे पहला रीजन है उनके पेरेंट्स का एक नेगेटिव एटीट्यूड, क्योंकि उनका एक माइंडसेट है जहां पर वो सोचते हैं कि लड़की का हमेशा जो जन्म हुआ है वो सिर्फ और सिर्फ दूसरे घर में जाकर के रोटी बनाने के लिए हुआ है या देख रेख करने के लिए हुआ है परिवार की, उससे ज्यादा नहीं. അതായത് ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സ്ത്രീകൾ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കാത്തതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അതായത് ഈ ഉൾപ്രദേശങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതി പല രക്ഷകർത്താക്കളിലെ പേരൻസിലും ഉള്ളത്. അതായത് പെൺകുട്ടികള് ഒരുപാട് വിദ്യാഭ്യാസം കൊടുത്തു, ആ ഒരു രീതിയിൽ മുന്നോട്ട് വരേണ്ട കാര്യമില്ല, അവര് വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടവരാണ്, അവിടെ ചെന്ന് ആ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കേണ്ടവരാണ് ഈ പെൺകുട്ടികൾ എന്നുള്ള രീതിയിലാണ് ആ ഒരു തരത്തിൽ നമ്മൾ പെൺകുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള പല കാര്യങ്ങളും കൊടുക്കാത്തതും ആ തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കാത്തതും ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. യെസ് മാം. दूसरा सबसे इम्पोर्टेंट रीजन है कि बहुत ज्यादा फीमेल टीचर्स नहीं हैं, जिसके कारण लड़कियां कंफर्टेबल नहीं होती हैं स्कूल जाकर के पढ़ने के लिए, क्योंकि वहां पर मेल टीचर्स का जो रेशियो है वो बहुत ज्यादा होता है. ഇനി രണ്ടാമത്തെ കാരണം പറയുകയാണെങ്കിൽ പെൺകുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് സ്കൂളിൽ പോയി പേരൻസ് ആണെങ്കിലും വിടാൻ ആഗ്രഹിക്കുന്നില്ല, കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ഒരു രണ്ടാമത്തെ കാരണം പറയുന്നത് ഫീമെയിൽ ആയിട്ടുള്ള കുറവായതുകൊണ്ട് തന്നെ, പുരുഷന്മാരിൽ കൂടുതലായതുകൊണ്ട് ഈ പെൺകുട്ടികൾ തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. സ്കൂളിൽ പോയാൽ അവർക്ക് ആ ഒരു രീതിയിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ പഠിക്കാൻ അവർക്ക് താല്പര്യമില്ല. യെസ് മാം. तीसरा सबसे इम्पोर्टेंट पॉइंट जहां पर सवाल आता है हमारे लड़कियों की, हमारे महिलाओं की फीमेल मेंस्ट्रुअल हाइजीन का. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല്, അതായത് ഇതെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ പുറകോട്ട് വലിച്ചു നിർത്തുന്ന കാരണങ്ങളാണ്. അപ്പൊ മൂന്നാമത്തെ കാരണം ഇതിനകത്ത് ഫീമെയിൽ മെൻസ്ട്രേഷൻ ആണ്. അതായത് പീരിയഡ്സ് ആകുന്ന സമയത്ത് അവരുടെ ശാരീരികമായിട്ടുള്ള, അതായത് ഹൈജീൻ പരമായിട്ടുള്ള പല പ്രശ്നങ്ങളും അതൊക്കെ ഈ ഒരു സ്ത്രീകളെ മുന്നോട്ട് വരുന്നതിൽ അവർക്കൊരു തടസ്സമാണ്. യെസ് മാം. तो क्या मेंस्ट्रुएशन एक लड़की के लिए एक श्राप के रूप में है, एक कर्ज के रूप में है? क्या हम इस तरीके से देख रहे हैं मेंस्ट्रुएशन को? അപ്പൊ നമ്മൾ ഇനിയിപ്പോ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ മാസമുറ എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു ശാപമായിട്ടാണോ നമ്മൾ കരുതുന്നത്? ഒരു പെൺകുട്ടിക്ക് ശാപം എന്നുള്ള രീതിയിലാണോ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? യെസ് മാം. क्योंकि इस मेंस्ट्रुएशन के कारण बहुत सारी औरतों को बहुत सारी कठिनाइयों से गुजरना पड़ता है. ഇനി ഈ മെൻസ്ട്രേഷൻ വരുന്നത്, അതായത് ഇങ്ങനെ എല്ലാ മാസവും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ലൈഫിലും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ ഒരു കാരണം കൊണ്ട് നേരിടുന്നുണ്ട്. उनको घर से बाहर निकाल दिया जाता है, उनसे छुआछूत की परेशानी उनको दी जाती है, जैसे उन्हें कोई छूत की बीमारी हो गई हो, या फिर उनको जो है ना घर से बहुत दूर रखा जाता है जिससे वो घर के भी किसी पोर्शन को टच ना करे. सो ये एक बहुत ही बड़ा प्रेशर उनके ऊपर बनाया जाता है उनके मेंस्ट्रुएशन के दौरान.
ഇനി ഈ പീരീഡ്സ് വരുന്ന സമയത്ത് ഒട്ടുമിക്ക വീടുകളിലും, അതായത് കുറച്ച് പഴയ ചിന്താഗതികളൊക്കെ ഉള്ള വീടുകളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്, അതായത് ഈ സമയത്ത് പെൺകുട്ടികളെ വീട്ടിൽ നിന്നും മാറ്റി താമസിപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുറിയിൽ അടച്ചിടുക, അവിടെ പല സാധനങ്ങൾ, അതായത് അതിൽ വീട്ടിലുള്ള ഒരു കാര്യത്തിലും തൊടാനോ പിടിക്കാനോ പാടില്ല, ഈ ഒരു പീരീഡ് സമയത്ത് തൊടാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രഷർ, മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദം ഓരോ പെൺകുട്ടിയും അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. യെസ് മാം. सो बहुत सारी औरतों ने जिसके कारण बहुत ज्यादा जान भी गंवाई है. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് തന്നെ, അതായത് സ്ത്രീകൾക്ക് പീരിയഡ്സ് വന്നതിന് ശേഷം ആ ഒരു സമയത്തെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അവരെ മാറ്റിയിരുത്തുകയും പലയിടത്ത് തൊടാൻ പാടില്ല, വീട്ടിൽ നിന്ന് പോലും മാറ്റി താമസിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഈ ഒരു മാനസികാവസ്ഥ സഹിക്കാൻ മേലാതെ പല സ്ത്രീകളും ജീവൻ പോലും ഒടുക്കിയിട്ടുണ്ട്, അതായത് മരിച്ചു പോയിട്ടുണ്ട് ഇവര് ഈ ഒരു സമ്മർദ്ദം, ഈ ഒരു പ്രഷർ സഹിക്കാൻ താങ്ങാൻ പറ്റാതെ. യെസ് മാം. उसके कारण और भी एक बहुत बड़ा रीजन है कि यहाँ पर ये लोग सैनिटरी नैपकिन नहीं खरीदती हैं, और क्योंकि इन्हें डर होता है, शर्म से बचने के लिए लोग इनका मजाक ना उड़ाएं या उनको निष्कासित ना करे, मतलब बायकॉट ना करे, तो उसके लिए डर के कारण कि इनके कपड़ों में दाग ना लगे, तो ये अपने अंडरवेयर में राख रखती हैं, मिट्टी रखती हैं, जिससे उनका जो पीरियड का ब्लड फ्लो है वो उसमें सोख हो जाए और बिल्कुल भी उनका दाग बिल्कुल भी नजर ना आए, और वो उस शर्म से बच सके ताकि उनको कोई भी मेंटल स्ट्रेस ना हो. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ പീരിയഡ്സ് ആയി കഴിഞ്ഞതിന് ശേഷം ഓരോ മാസവും ഒരു പെൺകുട്ടി സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കാനോ അത് വാങ്ങാനോ ഉള്ള ഒരു ധൈര്യം പോലും കാണിക്കാറില്ല. അത് വാങ്ങാത്തതിന്റെ കാരണം എന്തെന്ന് വെച്ചാല് മനസ്സിൽ എന്തോ ഒരു നാണക്കേട്, ഒരു മറ്റുള്ളവര് കളിയാക്കുമോ, ഇപ്പൊ എനിക്കായിന്ന് മറ്റുള്ളവർ അറിയുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയവും ആ ഒരു പേടിയും കാരണം പല പെൺകുട്ടികളും നാപ്കിൻസ് പോലും ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിന് പകരം പലയിടത്തും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതായത് പാൻറ്റീസിനകത്ത് മണ്ണ് നിറയ്ക്കുക, ആ മണ്ണ് ചെളി വെച്ചിട്ട് ഈ നാപ്കിൻസ് എന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും ഉപയോഗിക്കാതെ ഇരിക്കാനും പറ്റില്ല. എന്ന് വെച്ചാൽ വസ്ത്രങ്ങളില് അതിന്റെ പാടുകൾ വരുമെന്ന് വിചാരിച്ച് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് പല സ്ത്രീകളും ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാല് ചാരം അല്ലെങ്കിൽ മണ്ണ് പാൻറ്റീസിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് അവര് സ്വയം ആരും അറിയാതെ ഇത് രഹസ്യമായിട്ട് കൊണ്ടു നടക്കാൻ പല സ്ത്രീകളും ഇതിനു വേണ്ടി ശ്രമിക്കാറുണ്ട്. യെസ് മാം. सो इसी के साथ में ये भी होता है कि वो ही गंदे कपड़े का इस्तेमाल करती हैं, या फिर राख या फिर मिट्टी के कारण उनको बहुत सारे इन्फेक्शन से गुजरना पड़ता है, और वो इन्फेक्शन एक टाइम बाद उनको एक बहुत ही खतरनाक बीमारी देता है, जो कि यूट्रीन कैंसर के रूप में उनके शरीर में लग जाता है. ഇനി ഇങ്ങനെ ഒരു അവസരത്തിൽ, അതായത് പലപ്പോഴും ആരും അറിയാതിരിക്കാൻ വേണ്ടിയും രഹസ്യമായിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ വേണ്ടിയും പല സ്ത്രീകൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് മോശമായ തുണികൾ, എവിടെയെങ്കിലും വേസ്റ്റ് ആയിട്ട് കളയുന്ന തുണികൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ മണ്ണ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ചാരം ഉപയോഗിക്കും. ഈ തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പലപ്പോഴും സ്ത്രീകൾക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണ് യൂട്രൈൻ ക്യാൻസർ. അപ്പൊ ഇതുപോലുള്ള രോഗങ്ങൾ, മാറാ രോഗങ്ങള് പിടിപെടുകയും എന്നാലും ഇത് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി ഇത് രഹസ്യമായിട്ട് കൊണ്ടു നടന്നുകൊണ്ട് ഒരുപാട് മാനസിക സമ്മർദ്ദവും കൂടെ അനുഭവിച്ചുകൊണ്ടാണ് പല സ്ത്രീകളും ജീവിക്കുന്നത്. യെസ് മാം. और यहाँ पे आप देख सकते हैं कि कैसे वो अपने इस पीरियड के कपड़े को अलग अलग जगह पे छुपाते हैं या ऐसे रखते हैं जैसे किसी की नजर में ना आए, और साथ ही उन्हें बहुत ही अनहाइजीनिक तरीके से वो रखते हैं, और किसी भी प्रकार से कोई भी फैसिलिटी उनको नहीं मिलती है जिससे वो अपनी हाइजीन को मेंटेन भी कर पाए. ഇനി ഇപ്പൊ ഈ പടത്തിൽ കാണുന്നത് പോലെ തന്നെ ഇനി തുണിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ തുണി പരസ്യമായിട്ട് എങ്ങും പുറത്തിട്ട് കഴുകി ഉണക്കാൻ പാടില്ല. അത് ഉണക്കാറില്ല, എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടാണ് അതെല്ലാം കൂട്ടിയിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. അത് മാത്രമല്ല എത്ര അൺഹൈജീനിക് ആയിട്ട്, അതായത് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഒരു തുണി കഴുകി വിശദമായിട്ട് അത് വിരിച്ചിട്ട് ഉണക്കാനുള്ള ഒരു സംവിധാനം ഇല്ല. അപ്പൊ ഒളിച്ചും പാത്തും
പലയിടത്തും കൊണ്ട് ഇട്ടാണ് അവരത് ഉണക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഒരു സ്ത്രീ ഈ തരത്തിലുള്ള സമയം ഒന്ന് കഴിച്ചു കൂട്ടുന്നത്. യെസ് മാം. और यहाँ पर आप इस फिगर को देख सकते हैं कि हमारे भारत देश में लगभग 35 करोड़ से भी ज्यादा महिलाएं हैं जो हर महीने मेंस्ट्रुएट करती हैं। अब उसमें भी केवल 36% ही महिलाएं सैनिटरी नैपकिन का इस्तेमाल करती हैं और ये नंबर बहुत ही ज्यादा शर्मनाक है हमारे लिए, दर्दनाक है हमारे लिए। ഇനിയിപ്പോ ഇതിനകത്ത് സ്ക്രീനിൽ കാണിച്ചേക്കുന്ന ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 35.5 കോടി സ്ത്രീകള് നമ്മുടെ ഇന്ത്യയില് ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ ഒരു പ്രായത്തിലുണ്ട്. അതായത് മെൻസ്ട്രേറ്റിംഗ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 12 മുതൽ 45 വയസ്സ് വരെയുള്ള സ്ത്രീകളില് ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ഏകദേശം 35 കോടി സ്ത്രീകളുണ്ട്. അതിൽ 36% സ്ത്രീകൾ മാത്രമാണ് പാഡ് ഉപയോഗിക്കുന്നത്. तो ये जो पीरियड पॉवर्टी है, इसके कारण लगभग 23% लड़कियां अपना स्कूल से नाम कटवा देती हैं, वो शर्म से बचने के लिए, ताकि कोई उनका मजाक ना उड़ाए। ഇനി കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാല് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പം, അതായത് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം പല കുട്ടികളും ഈ പ്രായത്തിൽ എത്തിക്കഴിയുമ്പം നാണക്കേട് കാരണം, അതായത് മറ്റുള്ളവർ ഇത് അറിയുമല്ലോ എന്ന് കരുതി സ്കൂളിൽ നിന്നും പേര് വെട്ടി സ്കൂളിലേക്ക് പോകുന്നത് പോലും മടിച്ചു മാറി നിൽക്കും, സ്കൂളിൽ പോകാറില്ല. അങ്ങനെയുള്ള ഒരുപാട് പെൺകുട്ടികളും ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. और जो लड़कियां स्कूल जाती हैं उनमें भी वो लड़कियां लगभग 20% डेज स्कूल में एब्सेंट रहती हैं सिर्फ उनके मेंस्ट्रुएशन के कारण। ഇനി സ്ഥിരമായിട്ട് സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളാണെങ്കിൽ പോലും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ മാസവും ഒരു 20% കുട്ടികൾ ഈ ഒരു കാലഘട്ടത്തിൽ സ്കൂളിൽ എത്താറേ ഇല്ല. അപ്പൊ ആ സമയത്ത് അവര് വീട്ടിലിരിക്കും. അവർക്ക് ആ ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അവർ വീട്ടിലിരിക്കും, ആബ്സെന്റ് ആയിരിക്കും സ്കൂളിൽ നിന്ന്. യെസ് മാം. और 63% कहते ना, हमारे ऐसा नहीं है कि लोगों के पास में वॉशरूम फैसिलिटी नहीं है या शौचालय की फैसिलिटी नहीं है, बट फिर भी 20% लड़कियां टॉयलेट का इस्तेमाल इसलिए नहीं करती ताकि उन्हें डर ना लगे कि उनके पीरियड्स का जो स्टेन है वो उनके वॉशरूम में लग गया है। सिर्फ उस डर से बचने के लिए वो इस्तेमाल ही नहीं करती हैं वॉशरूम्स का, टॉयलेट्स का। ഇനി പല പെൺകുട്ടികളും, അതായത് ഈ ഒരു പീരിയഡ്സ് സ്റ്റേജില് നമുക്കൊക്കെ അറിയാം, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം, നമ്മൾ കഴിയുന്നതും ടോയ്ലറ്റ് അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകുന്ന എത്ര പ്രാവശ്യം പോകണം അത് നമ്മൾ കറക്റ്റ് ആ ഒരു കാലഘട്ടത്തിൽ കുറയ്ക്കും. അത് കുറയ്ക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെയിനിങ് അവിടെ ഉണ്ടാവരുത്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും വാഷ്റൂംസും ടോയ്ലറ്റ്സും ഉണ്ടായിട്ട് പോലും അത് ഉപയോഗിക്കാതിരിക്കുന്നത്. यस मैम. और साथ ही 5 औरतें, अगर हम बात करते हैं 5 लड़कियों की, औरतें भी नहीं, जो हमारी लड़कियां होती हैं, जब उनको पहली बार पीरियड्स आता है तब उन्हें पता ही नहीं होता कि ये उनकी पीरियड्स की ये जो प्रॉब्लम है ये हमेशा उनके साथ रहने वाली है। 5 में से 2 को पता ही नहीं होता कि पीरियड्स होता क्या है, और जब उन्हें पहली बार आता है तो वो डर जाते हैं और उन्हें लगता है कि कोई हानिकारक, कोई खतरनाक बीमारी उन्हें हो गई है। ഇനി ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടി മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഇതിന്റെ തുടക്കത്തിൽ പലപ്പോഴും അവർക്ക് അറിഞ്ഞുകൂടാ മെൻസ്ട്രേഷൻ എന്താണെന്ന്. ഇനി ഇത് അവരുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളാണ് ആ ഒരു പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പം വരുന്നത്. ഇത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു ശരീരത്തിന്റെ ഒരു നോർമൽ പ്രോസസ് ആണെന്ന് പോലും അവരത് മനസ്സിലാക്കാതെ, ഇതിൽ 5 സ്ത്രീകളിലെ 2 സ്ത്രീകൾ ഇത് എന്താണ് മെൻസ്ട്രേഷൻ എന്ന് പോലും അറിയാൻ മേലാത്തവര് പലതും ഉണ്ട്. പിന്നെ ഇത് തുടക്കത്തിൽ പലരും ചിന്തിക്കാറുണ്ട് ഇത് എന്തോ ഒരു മാരകമായ ഒരു രോഗമാണ്, ആ ഒരു രീതിയിലാണ് ഫസ്റ്റ് ടൈം മെൻസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു കുട്ടി അതിനെ എടുക്കുന്നത്. ആ തരത്തിൽ പോലും ഇതിന് മെൻസ്ട്രേഷനെ കുറിച്ചുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനോ നോളജോ പെൺകുട്ടികൾക്ക് ഇല്ല.
yes. इसके कारण उन्हें इतना सारा नेगेटिव फीलिंग आता है, जैसे उनको बहुत ज्यादा एंजाइटी होती है, उनके अंदर डर आ जाता है, उनको अपने आप से घिन आने लगती है और एक मेंटल ट्रॉमा में वो चले जाते हैं जो अल्टीमेटली उनको डिप्रेशन का शिकार बना देता है। ഇനി ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ ഇതിനെ വളരെ നെഗറ്റീവായിട്ടാണ് പെൺകുട്ടികൾ ഇതിനെ സ്വീകരിക്കുന്നത്. ഇനിയും അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണെന്നും പിന്നെ അത് എന്തോ ഒരു മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഒരു മാനസിക ബുദ്ധിമുട്ടും ഒരു ആങ്സൈറ്റി, ഒരു ഫിയറും അങ്ങനത്തെ ഒരു നാണക്കേട് പോലൊക്കെ പലപ്പോഴും ഒരു പെൺകുട്ടി ഇതിനെ കരുതി തുടങ്ങും. എന്നിട്ട് ഇത് അത് ആ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളുന്നതിന് പകരം അത് ഒരുപാട് സമ്മർദ്ദം കൊടുക്കുകയും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി അത് ഒരു ഡിപ്രഷനിലേക്ക് മാറാറും ഉണ്ട്. യെസ് മാം. इस फोटो में ही आप देख सकते हैं जैसे कि अगर बच्ची पढ़ भी रही हो और गलती से उसको उस दौरान पीरियड्स आ जाए तो कैसे बाकी के बच्चे उसका मजाक उड़ाते हैं। यही मजाक के डर से वो स्कूल जाना बंद कर देती है। ഇനിയിപ്പോ ഈ പടത്തിൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. സ്കൂളിൽ വരുന്ന പെൺകുട്ടികള് ഇനി ആദ്യത്തെ തവണയാണ് സ്കൂളിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ്, മെൻസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടി അറിയുന്നില്ല, അതിനറിയില്ല ഇതെന്താണെന്ന്. അപ്പൊ ഡ്രസ്സിൽ വരുന്ന ആ ഒരു സ്റ്റെയിൻ കണ്ടിട്ട് മറ്റുള്ളവര് കളിയാക്കുമ്പം ചിന്തിക്കുന്നത് ഇത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കുട്ടിയുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് കംപ്ലീറ്റ് ഒരു നെഗറ്റിവിറ്റിയാണ്, അതൊരു നോർമൽ പ്രോസസ് ആണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. യെസ് മാം. सो अब हमें अपने आप को सुधारना होगा, अपने आप को बताना होगा और हमारे घर में चाहे बच्चे हो, लड़के हो, लड़कियां हो या फिर बड़े हो, बूढ़े हो, हर एक को हमें ये समझाना होगा कि आज से हमें साथ देना है हर एक लड़की का जो इस परेशानी से जूझ रही है और उसका मजाक ना उड़ा करके उसको और ज्यादा सपोर्ट करना है ताकि वो आगे बढ़ सके और इतनी छोटी सी बात के लिए वो अपने आप को बिल्कुल भी ब्लेम ना कर सके. ഇനി നമ്മൾ എല്ലാവരും ഇനിയിപ്പോ ഒരു ഇതാണ് നമ്മുടെ ചേഞ്ച് ഓഫ് മൈൻഡ് പറഞ്ഞേക്കുന്നത്. നമ്മൾ മാനസികമായിട്ട് മാറണം. അതായത് ഓരോ വീട്ടിലും ഉള്ള പെൺകുട്ടികളും ആൺകുട്ടികളും അവിടെയുള്ള പ്രായമുള്ളവരും എല്ലാവരും ഈ ഒരു തരത്തിൽ നമുക്കൊരു മാറ്റം വരുത്തിയേ തീരൂ. അതായത് ഓരോ പെൺകുട്ടിയും മെൻസ്ട്രേഷൻ പീരീഡിലേക്ക് കടന്നു വരുന്ന ഓരോ പെൺകുട്ടിയുടെയും മാനസികാവസ്ഥ മനസ്സിലാക്കി അതൊരു നോർമലായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആൺകുട്ടികളായാലും അവരെയും ഇതിനെക്കുറിച്ച് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് പൂർണ്ണമായ ഒരു സപ്പോർട്ട് കൊടുത്ത് അവരെ മാനസികമായി ഒരു പിന്തുണ കൊടുത്തുകൊണ്ട് വേണം ഒരു പെൺകുട്ടിയെ നമ്മൾ വളർത്തിയെടുക്കാൻ. യെസ് മാം. सो इसीलिए आरसीएम से हम एक इनिशिएटिव लेके आए हैं कि अगर हम 35 करोड़ से भी ज्यादा जो महिलाएं हैं उन तक नहीं, कम से कम हमारा एक मिशन है कि हम एटलीस्ट 1 करोड़ लड़कियों तक तो पहुंचे, 1 करोड़ महिलाओं तक तो पहुंचे, जिससे हम एक बहुत बड़ा योगदान दे सके हमारे इंडिया की महिलाओं को मेंस्ट्रुअल हाइजीन अपनाने में. ഇനി RCM ഒരു വലിയ ഒരു ഉത്തരവാദിത്തം, ഒരു വലിയ ഒരു ഇനിഷ്യേറ്റീവാണ് ഇവിടെ ഏറ്റെടുക്കുന്നത്. അതായത് 35 കോടി സ്ത്രീകള് മെൻസ്ട്രേറ്റ് ചെയ്യുന്ന സ്ത്രീകൾ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ 1 കോടി, അതായത് മൊത്തം നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും 1 കോടി സ്ത്രീകളിലെങ്കിലും നമ്മൾ മെൻസ്ട്രൽ ഹൈജീനെ പറ്റിയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഇനിഷ്യേറ്റീവ് ചെയ്യാൻ വേണ്ടിയാണ്, ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനൊരു നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് RCM മുന്നോട്ട് വരുന്നത്. യെസ് മാം. और ये इनिशिएटिव की शुरुआत ही हमारे जो TC सर हैं, हमारे जो MD हैं RCM के, उनसे, क्योंकि उन्होंने एक विश्वास रखा कि वो एक नए भारत का निर्माण कर रहे हैं और विमेन एम्पावरमेंट उनके लिए एक बहुत ही बड़ा प्रोजेक्ट है. और क्योंकि RCM एक जनरेशन का बिजनेस है तो उनके इस विश्वास को जगा के रखा हमारी प्रियंका अग्रवाल मैम ने, और इसीलिए वो हम सबके लिए लेकर के आए हैं विमेन हाइजीन, क्योंकि ये उन्होंने ठान लिया है कि वो 1 करोड़ महिलाओं तक पहुंच कर रहेंगी. ഇനി RCM എന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ നമുക്ക് TCG, അതായത് RCMന്റെ MD ഒരു പുതിയ ഭാരതത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയും അത് മാത്രമല്ല സ്ത്രീ ശാക്തീകരണവും ആണ് TCG മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെ ഒരു
ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുവരുമ്പോഴും, അതായത് സ്ത്രീ ശാക്തീകരണം ഉദ്ദേശിച്ചുകൊണ്ടാണ് TCGയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അത് പൂർണ്ണമായ പിന്തുണ കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയങ്ക അഗർവാൾ മാം കൂടെ ഉണ്ട്. മാം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അതായത് ഒരു കംപ്ലീറ്റ് ഒരു എന്താ പറയുന്ന ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. TCGയുടെ ഫുൾ സപ്പോർട്ടോട് കൂടി TCGയുടെ മകളായ പ്രിയങ്ക മാം കൊണ്ടുവന്നേക്കുന്നത്. അതായത് ഇതൊരു ജനറേഷന്റെ ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണത്തോടൊപ്പം തന്നെ ഒരു വിമൻ ഹൈജീൻ, അതായത് സ്ത്രീകളുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ കൂടെ, അതായത് ഈ 35 കോടി ജനങ്ങൾ സ്ത്രീകൾ മെൻസ്ട്രേറ്റ് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ 1 കോടി സ്ത്രീകളിലെങ്കിലും നമ്മൾ ഈ ഹൈജീന്റെ കാര്യം ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രിയങ്ക മാഡം എടുത്ത ഒരു വലിയ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഈ പറയുന്ന മിഷൻ. യെസ് മാം. सो हमारे रूरल में या फिर अर्बन की अगर हम पॉपुलेशन देखें तो ज्यादातर जो हमारा बिजनेस है वो रूरल एरिया में है, और 2022 यानी 22 तक का ये जो एक फिगर है वो कहता है कि हमारे रूरल की जो पॉपुलेशन है वो लगभग 90 करोड़ तक पहुंच जाएगी। तो सोचिए ये हमारे लिए एक बहुत बड़ा अपॉर्चुनिटी हो सकता है हमारे बिजनेस को ग्रो करने के लिए। അതായത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം റൂറൽ ഏരിയസിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലക്ഷ്യം നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ സാധ്യത, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ 2000 നമ്മളിപ്പോ ഈ ഒരു കണക്ക് നമ്മൾ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ, നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് ഈ റൂറൽ ഏരിയാസിലുള്ള ബിസിനസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഈ ഒരു മേഖലയിലാണ്. ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇപ്പൊ ഈ റൂറൽ ഏരിയാസിൽ കാണാൻ സാധിക്കും. യെസ് മാം. और RCM की क्योंकि ताकत ही रूरल है तो हम आसानी से हर एक लड़की तक पहुंच सकते हैं, ताकि हम उनको मेंस्ट्रुएशन के बारे में समझा सके, उनको हाइजीन कैसे बरकरार रखनी है उसके बारे में हम उन्हें समझा सके. ഇനി ഇപ്പൊ നമ്മുടെ RCMന്റെ ഏറ്റവും കൂടുതൽ റൂറൽ ഏരിയസിലാണ് അതിന്റെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഓരോ പെൺകുട്ടികളിലേക്കും ഈ ഹൈജീനെ പറ്റിയുള്ള കാര്യങ്ങള് നമുക്ക് നന്നായിട്ട് ഓരോ പെൺകുട്ടികളുടെയും അടുത്ത് നമുക്കിത് എത്തിക്കാൻ സാധിക്കും. യെസ് സർ. तो साथ ही हमने इसीलिए लेकर के आया हमारा कीसोल का कैंपेन, एंड यहाँ पर हमारा एक ही नारा है, क्योंकि यह आपका हक है और क्योंकि ये हर महिला का हक है, इसीलिए ये जो वुमेन हाइजीन कैंपेन है ये हमने शुरुआत कर दी है 3 जनवरी से, यानी इसी महीने से, और आगे तक हमें आपका साथ चाहिए इस हाइजीन कैंपेन को और आगे तक पहुंचाने के लिए. ഇനി നമ്മള് ഈ ഒരു ഉദ്ദേശത്തോടെ മുന്നോട്ട് ഇറങ്ങിയപ്പം ഒരു വുമൻ ഹൈജീൻ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ, അതായത് 3rd ജാനുവരി നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും, അതായത് നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇത് ചിന്തിച്ചാൽ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായിക്കൊണ്ട് ഓരോ സ്ത്രീകളിലും ഓരോ പെൺകുട്ടികളിലും എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. യെസ് മാം. तो ये जो फोकस है इस कैंपेन का वो है कि हम ज्यादा से ज्यादा रूरल एरिया में लोगों को एजुकेट करें. स्कूल में अगर हम जाएं तो वहां पर छोटे छोटे बच्चियां जो हैं उनको एजुकेट करें, और खास तौर से एक पेरेंट टीचर मीटिंग जरूर रखें, ताकि हम पेरेंट्स को समझाएं कि वो कैसे अपने घर के बच्चियों को जो है इस मेंस्ट्रुअल हाइजीन के बारे में बता सकते हैं और खुल के बात करें. ഇനി ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് റൂറൽ ഏരിയസിലുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള ഈ ക്യാമ്പയിനെ കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് എല്ലാവരെയും ഇതിനെക്കുറിച്ച് അവെയർ ആക്കുക. അത് മാത്രമല്ല സ്കൂളുകളിൽ നമുക്ക് കുട്ടികളെയും പേരൻസിനെയും, അതായത് PTA മീറ്റിങ്ങുകളിൽ പോലും പേരൻസ് ഉൾപ്പെടെ എല്ലാവർക്കും ഈ കാര്യങ്ങള്, ഹൈജീൻ പരമായിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ക്യാമ്പയിനില് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന കുറെ പോയിന്റ്സ്. യെസ് മാം.
पंचायत में मीटिंग रखें या फिर हमारी जो विलेज की जो नर्सेज होती है उनसे हम कोऑर्डिनेट करें ताकि वो हमारे साथ मिलके बच्चियों को इस मेंस्ट्रुएशन के बारे में एजुकेट करने में मदद करें। साथ ही हम सोशल सर्विस ग्रुप फॉर्म कर सकते हैं। हम चाहें तो खुद अपने 4-5 लोगों को इकट्ठा करके अपना एक सोशल ग्रुप फॉर्म करें, इन्हीं स्कूल्स में जाके अप्रोच करें, लोगों को एजुकेट करें, या फिर घर घर जाके भी हम लोगों को एजुकेट कर सकते हैं, या फिर मीटिंग बुला करके भी हम लोगों को एजुकेट कर सकते हैं। ഇനി ഈ ഒരു കാര്യത്തെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരിൽ, അതായത് എല്ലാവരിലേക്കും ഈ കാര്യം ഹൈജീൻ പരമായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഫീമെയിൽ ഹൈജീൻ എങ്ങനെ എത്തിക്കാൻ സാധിക്കും? അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞു റൂറൽ ഏരിയാസിലുള്ള എഡ്യൂക്കേഷൻ, പിന്നെ സ്കൂളിലെ പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗിൽ സംസാരിക്കാം, പഞ്ചായത്ത് മീറ്റിംഗ്സ് വെക്കാം, പിന്നെ നമ്മുടെ പല എന്താ പറയുന്നത് ഹെൽത്ത് സെന്റേഴ്സ് വരെ ഒരുപാട് നഴ്സുമാരുണ്ട്, അവരെയും കൂട്ടിക്കൊണ്ട് നമുക്ക് പലയിടത്ത് പോയി മീറ്റിങ്ങുകൾ നടത്തി ഈ ഹൈജീൻ കാര്യങ്ങള് പെൺകുട്ടികളും അവരുടെ അമ്മമാർക്കും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് നമുക്ക് തന്നെ ഫോം ചെയ്യാം. നമ്മൾ തന്നെ ചെറിയ ഗ്രൂപ്പ്സ് 4-5 പേരുടെ ഗ്രൂപ്പുകൾ ഫോം ചെയ്തിട്ട് ആ ഗ്രൂപ്പായിട്ട് നമ്മൾ പോയി പല അതായത് ഒരു ചെറിയ സോഷ്യൽ സർവീസ് ഗ്രൂപ്പ് ആയിട്ട് പോയി മറ്റുള്ളവരെ ഓരോ ഇടത്തും നമ്മൾ പെൺകുട്ടികളെ അമ്മമാരെയും കണ്ട് ഈ ഹൈജീൻ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അങ്ങനെ നമുക്ക് ഈ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമാകാൻ സാധിക്കും. യെസ് മാം. और इसीलिए हमें सबसे बड़ा सपोर्ट अगर किसी का चाहिए तो वो कोई और नहीं बल्कि आप सभी लोग हैं. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഉത്തരവാദിത്വം ഈ ഒരു ക്യാമ്പയിനിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇത് ഓരോ ഗ്രാമങ്ങളിൽ ഓരോ പെൺകുട്ടിയുടെ അടുത്ത് വരെയും ഈ ഒരു കാര്യം എത്തിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സപ്പോർട്ടാണ് നമ്മൾ RCMലൂടെ നമ്മൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. യെസ് മാം. और इसीलिए हमने पहले से इसकी शुरुआत कर दी है और आप खुद देख सकते हैं कि कैसे हमने एक अच्छी मीटिंग बुलाई है जिसमें हर उम्र की एक महिला मौजूद है। हमने स्कूल में भी जाकर के बच्चियों को मेंस्ट्रुएशन के बारे में बताया और साथ ही साथ जो सोशल ग्रुप हैं उनकी मदद से भी हमने बहुत सारे लोगों को एजुकेट किया. അപ്പൊ ഈ ഒരു ഇതിന്റെ ഒരു തുടക്കം നേരത്തെ അതായത് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ വിളിച്ചുകൊണ്ടുള്ള മീറ്റിംഗ്, പല ദൃശ്യങ്ങൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളെ വിളിച്ച് ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക, സ്കൂളിൽ പോയി പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ പല സോഷ്യൽ ഗ്രൂപ്പ്സുമായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ പെൺകുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ തുടക്കം കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇനിയും നമ്മളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. യെസ് മാം. सो जैसे आप देख सकते हैं कि हमारी जो कीसोल की हाइजीन रेंज है उसमें हर एक जरूरत का हमारे पास में सामान है जो एक लड़की को मदद करता है उसकी मेंस्ट्रुएशन के दौरान वो हाइजीन मेंटेन करने के लिए. ഇനി നമുക്ക് കീസോളിന്റെ പ്രോഡക്റ്റുകളിൽ നമുക്ക് നന്നായിട്ട് അറിയാം, അതായത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഹൈജീൻ പരമായിട്ട് എന്തൊക്കെയാണോ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സമയത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് കീസോളിലൂടെ RCMലൂടെ നമുക്ക് ലഭ്യമാണ്. അങ്ങനെ കുറെ പ്രോഡക്റ്റുകള് നമുക്ക് പല തരത്തിലുള്ള പ്രോഡക്റ്റുകള് നമുക്കിപ്പം ലഭ്യമായി നമുക്ക് കിട്ടിയിരിക്കുന്നു. യെസ് മാം. अब जब हम बात करते हैं पुअर क्वालिटी के सैनिटरी नैपकिन की तो वो बहुत ज्यादा कहते हैं ना उसमें रेयॉन होता है या फिर डाइऑक्सिन होता है जो एक प्रकार का एक ब्लीचिंग प्रोसेस से गुजरता है और वो हानिकारक होता है हमारी त्वचा के लिए. इसी के साथ में जो कॉटन का इस्तेमाल भी होता है, कुछ कॉटन जब उगाए जाते हैं उस दौरान पेस्टिसाइड या हर्बिसाइड्स उसमें स्प्रे करके उन्हें उगाया जाता है जो अगेन हमारे लिए हानिकारक है. उससे हमें काफी बुरे एक्सपोजर हो सकते हैं जैसे इनफर्टिलिटी हो गई या हार्मोनल डिस्ट्रप्शन हो गया या डायबिटीज हो गया, तो उस बात का भी हमें ध्यान रखना जरूरी है. ഇനി നമ്മള് പാഡ് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതായത് മോശമായ ക്വാളിറ്റിയിൽ പെടുന്ന പാഡുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ചിലതിനകത്ത്
ഡയോക്സിന്റെ മിക്സ് ഉണ്ട്, ചിലതിനകത്ത് റയോൺ മിക്സ് ഉണ്ട്. അപ്പൊ അത് നമ്മുടെ സ്കിന്ന്, അതായത് നമ്മുടെ പ്രൈവറ്റ് പാർട്സിലെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണ്. ആ സ്ഥലങ്ങളിൽ നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടും ഇച്ചിങ്ങും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കോട്ടൺ എന്ന് പറയുന്നത് പലപ്പോഴും കോട്ടൺ പല പെസ്റ്റിസൈഡ്സ് ഒക്കെ സ്പ്രേ ചെയ്ത് ഉണ്ടാക്കുന്ന, അതായത് ആ ചെടി വളർന്നു വരുന്ന ആ സമയത്ത് പലതും സ്പ്രേ ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ആ കോട്ടൺ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരുപാട് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ്, അതുപോലെ ഒരു ഡയബറ്റീസ് പോലെയുള്ള രോഗങ്ങള്, ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. और साथ ही कुछ कुछ सैनिटरी नैपकिन में प्लास्टिक का भी इस्तेमाल किया जाता है, लीक प्रूफ कह करके, बट वहां पर वो मॉइस्चर और हीट दोनों ट्रैप करता है, जिसके कारण हमारे निजी अंगों में या फिर हमारे इंटीमेट एरिया में यीस्ट या बैक्टीरिया का ग्रोथ होता है, जिससे हमें किसी भी प्रकार का कोई इन्फेक्शन हो सकता है. ഇനി പല പാഡുകളിലും, അതായത് ലീക്ക് പ്രൂഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ലീക്ക് പ്രൂഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വരെ ഉണ്ട്. അങ്ങനെയുള്ള പാഡുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ഈർപ്പം അവിടെ നിലനിൽക്കുകയും നമ്മുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള പാർട്സിലേക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും സ്കിൻ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് ആ തരത്തിലുള്ള പാഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ. So कीसोल के सैनिटरी नैपकिन बहुत ही खास तरह से डिजाइन किए गए हैं. जैसे हमारे जो कीसोल के पैड हैं, जैसे रेगुलर सैनिटरी नैपकिन की बात करें तो वो कॉटनी सॉफ्ट लेयर से बनता है, जो आपके इंटीमेट एरियाज को भी आराम देता है. कोई भी रैशेज या इस तरीके की कोई भी परेशानी नहीं आती है. एंड ये बायोडिग्रेडेबल है, यानी ये हमारी पृथ्वी को या हमारी धरती को खराब नहीं करता है, कोई नुकसान नहीं पहुंचाता हमारे वातावरण को. ഇനി നമ്മുടെ കീസോളിന്റെ റെഗുലർ പാഡ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോട്ടണി സോഫ്റ്റ് ലെയർ ഉണ്ട് അതിനകത്ത്. അത് പ്യുവർ കോട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള പാഡുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കംഫർട്ടബിൾ ഫീലിംഗ് ആണ്. അതായത് നമ്മുടെ ഇന്റിമേറ്റ് പാർട്സിൽ നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് അതിന്റെ ടോപ്പ് ലെയേഴ്സ് ഉള്ളത്. അത് മാത്രമല്ല, റാഷസ് ഉണ്ടാവില്ല. അതുകൂടാതെ ഇത് നമ്മുടെ ഭൂമിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ബയോഡിഗ്രേഡബിൾ ആണ്. അവിടെ പ്ലാസ്റ്റിക്കിന്റെ അംശം ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഇത് ഭൂമിയിൽ തന്നെ ലയിച്ച് അലിഞ്ഞ് ചേർന്ന് പോകുന്ന സാധനങ്ങളാണ്. साथ ही हमारा जो अल्ट्रा प्रीमियम सैनिटरी नैपकिन है, इसमें आपको जेल बेस्ड टेक्नोलॉजी मिलती है. अनायन स्ट्रिप है इसमें, जो बैक्टीरिया के संक्रमण को या ग्रोथ को रोकने में मदद करती, कंट्रोल करती है. एक्चुअली आपकी जो इंटीमेट स्किन है, इंटीमेट एरिया की, वो आसानी से सांस ले सकती है, ब्रीथ कर सकती है और बहुत ही सॉफ्ट आपको फील होता है. और ये आपको ज्यादा एब्जॉर्प्शन कैपेसिटी में मिलता है और ये भी कॉटन सरफेस से आपको बना हुआ मिलता है. ഇനി നമ്മുടെ കീസോളിന്റെ പ്രീമിയം മറ്റ് പാഡുകൾ നോക്കുകയാണെങ്കിൽ പോലും ഇത് ഒരു ജെൽ ബേസ്ഡ് ടെക്നോളജിയാണ്. ഇതിനകത്ത് ആനയോൺ സ്ട്രിപ്പ് ഉണ്ട്. ഈ ആനയോൺ സ്ട്രിപ്പ് ശരിക്കും പറഞ്ഞാല് ഹാംഫുൾ ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ഗ്രോത്ത്, ആ ബാക്ടീരിയൽ ഗ്രോത്തിനെ തടയുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഇന്റിമേറ്റ് പാർട്സ് ബ്രീതബിൾ, അതായത് എയറിന്റെ സർക്കുലേഷൻ നടക്കും. കംപ്ലീറ്റ് ആയിട്ട് എയർ സർക്കുലേഷൻ നടക്കാതെ വരുമ്പോഴാണ് റാഷസ് ഉണ്ടാകുകയും സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാകുകയും ചെയ്യുന്നത്. അതുകൂടാതെ വളരെ ഒരു കോട്ടണി സോഫ്റ്റ് സർഫേസ് ഉള്ളത് തന്നെ നല്ല സുഖമായ ഒരു ഫീലിംഗ് ഉണ്ട്. അത് മാത്രമല്ല, നല്ല രീതിയിലുള്ള ഒരു അബ്സോർപ്ഷനും ഉണ്ട്. അപ്പൊ മുകളിൽ ആ വെറ്റ്നെസ് നിലനിൽക്കില്ല, നന്നായിട്ട് അബ്സോർബ് ചെയ്ത് പോവുകയും ചെയ്യും. യെസ് മാം. तो जब हम अपने इंटीमेट वॉश की बात करते हैं, हमारे इंटीमेट वॉश में आपको मिलता है नेचुरल लैक्टिक एसिड एंड हमारे लोटस एक्सट्रैक्ट्स, जिनकी मदद से आपका इंटीमेट एरिया भी बहुत ज्यादा स्वस्थ रहता है, साफ रहता है और कोई भी बैक्टीरिया का जो ग्रोथ अगर उस जगह पे हो तो उसको वो कंट्रोल करता है. आपका इंटीमेट एरिया को ड्राई रखने में मदद करता है, जिससे आपकी जो वजाइना एरिया है वो काफी हेल्दी रहे. ഇനി നമ്മുടെ ഇന്റിമേറ്റ് വാഷിനെ കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്റിമേറ്റ് വാഷ് ഇതിനകത്ത് ധാരാളം നാച്ചുറൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അതുകൂടാതെ ഇതിനകത്ത് ലോട്ടസ് എക്സ്ട്രാക്ട് വന്നിട്ടുണ്ട്, ലോട്ടസ് എക്സ്ട്രാക്ട് ചേർന്നിട്ടുണ്ട്. ഇത് ഏത് സമയത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് മെൻസ്ട്രേഷൻ ഉള്ള സമയത്ത് ഉപയോഗിക്കാം, പ്രഗ്നൻസി സ്റ്റേജിലായാലും
ഏത് സ്റ്റേജിലാണെങ്കിലും ഇത് ഉപയോഗിക്കാം. അത് മാത്രമല്ല ഇതിനകത്ത് വേറൊരു പ്രത്യേകതയുള്ളത്, നമ്മൾ ഇന്റിമേറ്റ് വാഷ് ഉപയോഗിക്കുമ്പോൾ ശരിക്കും നല്ല ബാക്ടീരിയ, അതായത് സെൽഫ് ക്ലീനിങ് പ്രോസസ് ഉണ്ട് നമ്മുടെ വെജൈനയ്ക്ക്. അപ്പൊ ആ നല്ല ബാക്ടീരിയകളെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിന്റെ pH ലെവൽ ബാലൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല ബാക്ടീരിയയുടെ ഗ്രോത്ത് അവിടെ നടക്കുകയും മോശമായിട്ടുള്ള ബാക്ടീരിയയെ തടയുകയും ചെയ്യും. പിന്നെ ഒരു നല്ല ഫ്രഷ്നെസ് എപ്പോഴും അവിടെ നിലനിർത്തുകയും കൂടെ ചെയ്യുന്നുണ്ട്. तो सैनिटरी नैपकिन अगर हम देखें अपने आप में एक बहुत ही ह्यूज मार्केट है, क्योंकि हमारे साल 2020 में अप्रॉक्स 4,000 करोड़ का बिजनेस हुआ है, वो भी सिर्फ सैनिटरी नैपकिन पे। तो सोचिए कि 2026 तक का जो ग्रोथ निकला है इंडिया में एक कंट्रीब्यूशन के रूप में, वो 12% ग्रोथ हमारी होने वाली है इस पर्टिकुलर मार्केट में। और हमारे पास अभी भी 22.7 करोड़ औरतें ऐसी हैं जो सैनिटरी नैपकिन का इस्तेमाल नहीं करती। तो सोचिए ये आपके लिए कितना बड़ा अपॉर्चुनिटी हो सकता है उन तक पहुंचने का। ഇനി സാനിറ്ററി നാപ്കിൻസ് ശരിക്കും പറഞ്ഞ ഒരു വലിയ സാധ്യതയാണ്. അതായത് നമ്മളൊരു കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2020 ആയപ്പോഴത്തേക്കും ഈ സാനിറ്ററി നാപ്കിൻസിന്റെ സെയില് ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു 2026 ആകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാല് ഒരു നല്ല ഒരു എന്താ പറയുന്നത് ബിസിനസ് ഗ്രോത്ത് അവിടെ നമുക്ക് ഒരു 12% ഗ്രോത്ത് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇത് അറിഞ്ഞ് ഇതിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 22 കോടി സ്ത്രീകൾ ഇന്നും സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം സാധ്യത, എത്രത്തോളം ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട് ഈ സാനിറ്ററി നാപ്കിൻസിന്റെ സെയിലില്. യെസ് മാം. और अंत में मैं यही कहूंगी कि हमें क्या चाहिए, हमें चाहिए खुशहाल भारत का निर्माण, जिससे हर एक इंसान हमारे भारत देश को ग्रो करे, हमारे भारत देश में खुश रहे और सुरक्षित रहे और साथ ही साथ स्वच्छ रहे, हाइजीनिक रहे। ഇനി നമുക്ക് എന്താണ് ഇതിനകത്ത് അത്യാവശ്യം ഇപ്പം, അതായത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകളും എല്ലാവരും പെൺകുട്ടികൾ എല്ലാവരും എപ്പോഴും സന്തോഷവതിയായിട്ടിരിക്കട്ടെ, വളരെ ഹൈജീനിക് ആയിട്ട് ഇരിക്കട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. യെസ് മാം. तो इसी के साथ में मैं आप सभी लोगों से रिक्वेस्ट करूंगी कि ये जो पीपीटीज हैं ये हम आपको फ्लोट कर देंगे, उसमें थोड़ी बहुत और कुछ हम आपके लिए आसान भाषा इस्तेमाल करेंगे ताकि आप कैसे अप्रोच कर सकते हैं हमारे सोशल ग्रुप्स को, या प्रिंसिपल के पास में जाके आप किस तरीके से बात कर सकते हैं, हर एक चीज हम आपके लिए बहुत ही आसान भाषा में लेकर के आएंगे। लेकिन वादा हमें आपसे ये चाहिए कि आज आपके अंदर का ये जो जोश है ये कम नहीं हो और बहुत ही शानदार तरीके से इस हाइजीन कैंपेन को आप अपने अपने दम पर रन कीजिए, ताकि आप ज्यादा से ज्यादा लड़कियों को आप भला कर सके, उनको हाइजीन के बारे में बता सके और उन्हें मदद कर सके कैसे वो जिंदगी में सिर्फ एक छोटी सी बात के पीछे ना की वजह से पीछे ना रहें और उल्टा आगे बढ़े और तरक्की करें। അപ്പൊ മാഡം പറയുന്നത് ഇത്രയും കാര്യങ്ങൾ, അതായത് ഇപ്പൊ നമ്മളെ കാണിച്ച ഈ PPT എല്ലാം നമ്മളോടൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ PPT കുറച്ചുകൂടെ ലളിതമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തീർച്ചയായിട്ടും ആക്കി തരുന്നതായിരിക്കും. അപ്പം മാഡം പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം ഈ കാര്യത്തില്. അതായത് എല്ലാവരും കൂടെ ചേർന്ന് ഇത് മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് പോയി ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക, ഇത് എങ്ങനെ സംസാരിച്ച് ഇത് എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം, ഇത് എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുക, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ച് ഓരോ പെൺകുട്ടിയും അതായത് സുരക്ഷിതമായി ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരു തരത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരിലേക്ക് ഇത് എത്തിക്കാൻ സാധിക്കണം. അതാണ് നമ്മൾ എല്ലാവരും ഇപ്പം ഇത് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം. യെസ് മാം. सो थैंक यू सो मच मेरी तरफ से। एंड बिल्कुल भी जाते जाते मैं यही बोलूंगी दोबारा कि ये जोश आपके अंदर तब तक खत्म नहीं होना चाहिए जब तक आप वो 1 करोड़ महिलाओं से ज्यादा तक पहुंच ना जाए। അപ്പൊ മാഡം പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കണക്കാണ്, 1 കോടി സ്ത്രീകളിലേക്ക് ഈ കാര്യം എത്തിക്കുന്നിടം വരെ നമ്മുടെ ഉള്ളിലെ ആ ഒരു പവർ കെട്ടണഞ്ഞു പോവാൻ പാടില്ല. നമ്മൾ ഇത് 1 കോടിയിൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക. നമുക്കറിയാലോ
കണക്ക് കിടക്കുന്ന ഒരുപാട് ദൂരെയാണ്. നമ്മൾ 1 കോടി മാത്രമാണ് ഇപ്പോൾ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുക, ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീകളിലേക്ക് എത്തിക്കുക. ഈ ഒരു പവർ ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കണം. അത് നശിച്ചു പോകാൻ പാടില്ല, അത് കുറഞ്ഞു പോവാൻ പാടില്ല. യെസ് മാം. So over to sir, Murthy sir. Thank you, madam. It's a wonderful session. Even people are joining now also. Actually, जो लोग प्रोग्राम अटेंड कर रहे हैं उनको लगा कि बहुत अच्छा है कि और लोग सुनना चाहिए कि इसलिए वो लोग कॉल कर रहे हैं. And now also people are joining. Really wonderful session and it's a need of time. Yes. अच्छा किया किशोर और आरसीएम ने एक ऐसा कदम उठाया एंड सोसाइटी के लिए इतना अच्छा काम हो जाएगा. And I think Kerala people will really heartfully receive this mission. Sure. Thank you, madam. Thank you so much. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അറിയാം ഇതിന്റെ പ്രാധാന്യം. പലർക്കും തോന്നുന്നുണ്ടാവും എന്റെ വേണ്ടപ്പെട്ട കുറച്ച് ആളുകളോട് ഇത് കേട്ടിരുന്നെങ്കിൽ എന്ന്. തീർച്ചയായിട്ടും അതിന് എല്ലാവിധ സപ്പോർട്ടും RCM കേരളയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിൽ താല്പര്യമെടുക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും നമുക്ക് അതിന് വേണ്ട ഒരു പിന്തുണ ഉറപ്പ് നൽകുകയാണ്. സേതു മാഡം ഇതിനെ സംബന്ധിച്ച് മാഡത്തിന് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളോട് പറയാം. നമുക്ക് 1-2 പേര് കൈ ഉയർത്തിയിട്ടുണ്ട്, അവരുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം. PQC അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ മിഷനുമായിട്ട് പുറത്തു പോയി ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ സ്കൂളിലോ അതുപോലെ എവിടെയെങ്കിലും ഗ്രൂപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അനുഭവങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഏതായാലും അതിനോടനുബന്ധിച്ച് എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാലും ഇതിന് ശേഷം ഞാൻ പറയാം. ഓവർ ടു ശ്രീ മാഡം. ഓക്കെ സാറേ, ശരിക്കും പറഞ്ഞാല് കീസോളിന്റെ PQC ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. 8 മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു മിഷന് ഒരു തുടക്കം കുറിച്ചിരുന്നു ഞാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ഥലത്ത് നിന്ന് കുറച്ചൊരു 7 കിലോമീറ്റർ അകലെ ഒരു ഗ്രാമപ്രദേശത്ത് കുറച്ച് സ്ത്രീകൾ, ഒരു 14 സ്ത്രീകളുമായിട്ട് സംസാരിച്ചു. ജസ്റ്റ് ഹൈജീൻ മാത്രമാണ് സംസാരിച്ചത്. പക്ഷേ ഇത്രയും ലിറ്ററസി റേറ്റ് കൂടിയ കേരളത്തിൽ ഇങ്ങനൊരു അവസ്ഥയുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അന്ന് ആ മീറ്റിങ്ങിന് ശേഷമാണ്. അന്ന് 14 സ്ത്രീകൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്നു. അത് ഞാൻ മെൻസ്ട്രേഷനെ പറ്റിയും സൈക്കിളിനെ പറ്റി പല കാര്യങ്ങളും ഹെൽത്ത് ഹൈജീനെ പറ്റി സംസാരിച്ചിട്ട് പോലും ആ സമയത്ത് ഞാൻ ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചു, ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേര് പാഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പം എല്ലാവരും തല കുനിച്ചിരുന്നു. അതായത് 14 സ്ത്രീകളിൽ ഒരാള് പോലും സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നില്ല കേരളത്തില്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും വലിയ ലിറ്ററസി റേറ്റ് ഉള്ള ഒരു സംസ്ഥാനത്ത്, അതായത് അവർക്ക് തുണി അലക്കി, ശരിക്കും പറഞ്ഞാൽ തുണിയാണ് ഉപയോഗിക്കുന്നത്. ഈ തുണി കൊണ്ടുപോയി ഒളിച്ചും പാത്തുമാണ് കൊണ്ടിടുന്നത്. അവർക്ക് ഈ സാനിറ്ററി നാപ്കിൻസിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ മുഖത്തോട്ട് പോലും അവർ നോക്കുന്നില്ലായിരുന്നു. ഇത് എങ്ങനെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നു എന്ന് ഒരു പക്ഷേ അവർ ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ശരിക്കും RCM കീസോൾ ഇപ്പൊ എടുത്ത ഒരു വലിയ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത് തുറന്ന് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. ഭാവിയില് ഒരു ഹെൽത്ത് പരമായിട്ട് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് വരുമ്പോൾ ആളുകൾ ഹോസ്പിറ്റല് തോറും ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പിന്നീടാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ പോലും സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോ അത് ഞാൻ പല മീറ്റിങ്ങുകളിലും നമുക്ക് ഇത് പറഞ്ഞിരുന്നു. ഇപ്പൊ ഓരോ സ്കൂളുകളിൽ നമുക്ക് സംസാരിക്കാം. മാഡം പറഞ്ഞ പോലെ PQC ട്രെയിനിങ് കഴിഞ്ഞവരെല്ലാം ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മീനു മാഡം ഒക്കെ പറഞ്ഞതുപോലെ എല്ലാവരും മുന്നോട്ട് വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു വലിയ സാധ്യതയാണ്. താങ്ക് യു മാഡം.